ബനൂ ഇസ്രായേലിൽപ്പെട്ട രണ്ടാളുകൾ മിൻ ഖബർ റജുലൈൻ മിൻ ബനി ഇസ്രായേൽ വഹിഫ്ദിഹിമാ ലിൽ അമാന. അവർ അമാനത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം അവർ ശ്രദ്ധ കാണിച്ചു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അന്നഹു ദക്കറ റജുലൻ മിൻ ബനി ഇസ്രായേൽ സഅല ബഅദ ബനി ഇസ്രായേൽ. മറ്റൊരുത്തനോട് കുറച്ച് സമ്പത്ത് പൈസ കടം ചോദിച്ചു. അൻ യുസ്ലിഫഹു അൽഫ ദീനാർ, 1000 ദീനാർ കടം ചോദിച്ചു. ഒരാൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ മറ്റൊരാളോട് എന്തെയും 1000 ദീനാർ കടം ചോദിച്ചു. ഇത് ആരാ പഠിപ്പിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാടാകാൻ വേണ്ടിയിട്ടാണ്. ഫഖാല ഇത്തിനി ബിശുഹദാഇ ഉശ്ഹിദുഹും. അല്ലേ, ഒരു ഷഹീദിനെ, ഒരു സാക്ഷിയെ കൊണ്ടുപോവാ. നമ്മൾ പൈസ ഇടപാട് 1000 ദീനാറിന്റെ വിഷയ, അതുകൊണ്ട് പൈസ ഇടപാട് ഇത് കാണാൻ ഒരു സാക്ഷിയെ കൊണ്ടുപോവാ. ആ സമയത്ത് ആ ചോദിച്ചവൻ, കടം ചോദിച്ചവൻ പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അല്ല പോലെ, സാക്ഷിയായിട്ട് അല്ല പോലെ. ആ കൊടുക്കുന്നവൻ വീണ്ടും പറഞ്ഞു, ഫഅ്തിനി ബിൽ കഫീൽ, ഒരു ജാമ്യക്കാരനെ കൊണ്ടുപോവാ. ഏതെങ്കിലും ഒരു സാക്ഷി വേണ്ട, ഒരു ജാമ്യക്കാരനെ കൊണ്ടുപോവാ. അപ്പോഴും ആ മനുഷ്യൻ ചോദിച്ചു, കഫാ ബില്ലാഹി കഫീല, ജാമ്യക്കാരന്റെ അല്ല പോലെ. ആ മനുഷ്യൻ പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്, അത് മതി. അങ്ങനെ പൈസ ഒക്കെ കൊടുത്തിട്ട് അവധിയൊക്കെ പറഞ്ഞിട്ട് ഇന്ന അവധിയാകുമ്പോ ഇല്ല ആചാര്യ മുസമ്മ, ഇത്ര അവധിയാകുമ്പോൾ എന്ത് ചെയ്യാ, അതൊക്കെ തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി. പിന്നീട് നടന്ന അത്ഭുതത്തെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഫഖറജ ഫിൽ ബഹരി ഫഖദ ഹാജതഹു ثم التمس مركبا. അദ്ദേഹം നാട്ടിലൊക്കെ പോയി, അങ്ങനെ തന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം അദ്ദേഹത്തിന് പൈസ കിട്ടി. അദ്ദേഹം ഈ കടക്കാരന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോരുന്ന സമയത്ത് കപ്പൽ അന്വേഷിക്കുമ്പോൾ പിന്നെ അദ്ദേഹം കപ്പൽ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ കപ്പൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. കൃത്യമായ സമയത്ത് എത്തിപ്പെടാനുള്ള ആ ഒരു കപ്പലില്ലാത്ത സാഹചര്യത്തിൽ ഫലം യജിദ് മർകബൻ ഫഅഖദ ഖശബ. ആ ബനൂ ഇസ്രായേലിൽപ്പെട്ട് കടം വാങ്ങിപ്പോയ ഒരു മനുഷ്യൻ കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മരത്തിന്റെ കഷ്ണം ഇങ്ങനെ കണ്ടു. ഒരു മരത്തിന്റെ കഷ്ണം കണ്ടു. അവന് ശ്രദ്ധിക്കുന്ന വിഷയമാണ്. ആ മരത്തിന്റെ കഷ്ണത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കി. ആ ദ്വാരത്തിൽ 1000 ദീനാർ വെച്ചു. ആ കടം കൊടുത്ത വ്യക്തിക്ക് ഒരു കത്തും അതിൽ വെച്ചു. എന്നിട്ട് ആ ദ്വാരം നന്നായിട്ട് ഭദ്രമായിട്ട് പൂട്ടിയിട്ട് അദ്ദേഹം ആ മരത്തടിയെ കടലിലേക്ക് ഇറക്കുകയാണ്. ആ കടലിലേക്ക് ഇറക്കുന്ന സമയത്ത് അമാനത്തിന്റെ വിഷയത്തിൽ ഇന്ന ദിവസം തരാം, ഇന്ന അവധിയിൽ തരാമെന്ന് പറഞ്ഞ് 1000 ദീനാർ വാങ്ങിപ്പോയവനാണ്. ആ സമയമായപ്പോ ഈ കടം വിട്ടാൻ വരാൻ വേണ്ടി കപ്പലില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം മരത്തടിയിൽ ഭദ്രമായിട്ട് 1000 ദീനാർ ഒളിപ്പിച്ചു വെച്ച് കത്തും വെച്ചിട്ട് വിടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലം, അല്ലാഹുവേ നീ അറിയുന്നവനാണ് എന്നെ കുറിച്ച്. അന്നി കുന്തു തസല്ലഫതു ഫുലാന അൽഫ ദീനാർ, ഒരു മനുഷ്യനിൽ നിന്ന് 1000 ദീനാർ വാങ്ങിയിട്ടുണ്ട് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഫഅൽനി കഫീല, ആ മനുഷ്യൻ ഒരു ജാമ്യക്കാരനെ ചോദിച്ചു. ജാമ്യക്കാരനായിട്ട് അല്ലാഹു പോലെ എന്ന് ഞാൻ ചോദിച്ചു. ആ മനുഷ്യൻ ഷഹീദിനെ ചോദിച്ചു. ഷഹീദായിട്ട് അല്ലാഹു പോലെ എന്ന് ഞാൻ ചോദിച്ചു. ആ മനുഷ്യൻ അതെല്ലാം അംഗീകരിച്ചു. ഫസഅൽനി ഷഹീദ ഫഖുൽതു കഫാ ബില്ലാഹി ഷഹീദ, എല്ലാം സമ്മതിച്ചു. പക്ഷേ എനിക്ക് പോകാൻ യാത്ര സൗകര്യമില്ലാത്ത സമയമാണ്, സാഹചര്യമാണ്. അല്ലാഹ് നീ തന്നെ ഇത് സംരക്ഷിക്കണം, നീ തന്നെ ഇത് കൃത്യമായിട്ട് എത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഏറ്റെടുത്തു. ഇതിന്റെ ഹദീസാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയം അധികരിച്ചു പോയിട്ടുണ്ട്. നമ്മളിൽ പലരും പിന്നെ മറ്റുള്ള ജോലിക്കാരാണ്, നിങ്ങൾ ക്ഷമിക്കണം, വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ് നീണ്ടുപോകുന്നത്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായിട്ട് ആരിലാണോ ആ പൈസ എത്തിക്കേണ്ടത് അത് കൃത്യമായിട്ട് ഈ കടം കൊടുത്തവൻ സമയമായപ്പോൾ അപ്പുറത്ത് അവന്റെ നാട്ടിൽ കടം തീർത്ത് കാത്തിരിക്കുകയാണ്. 1000 ദീനാർ വാങ്ങിപ്പോയവൻ തിരിച്ചു വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന സമയത്താണ് ആരെ കാണുന്നില്ല, മരത്തടി കാണുന്നു. കൃത്യമായ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്തു എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ അല്ലാഹു നമ്മൾക്ക് കാവൽ തരും. ഒരു തങ്ങലും വേണ്ട, ഒരു ഭാവവും വേണ്ട, ഒരു ബീവിയും വേണ്ട, ഒരു ജാറത്തിലും കയറിയിറങ്ങണ്ട. അല്ലാഹുവിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ ഹസ്ബി അല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി. കൃത്യമായി ഏത് തീരത്താണ് എത്തിക്കേണ്ടത്, ഏത് മനുഷ്യന്റെ മുമ്പിലാണ് എത്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്തു. കപ്പൽ കിട്ടി. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കടം വാങ്ങിയവൻ
അടുത്ത 10,000 ദീനാറായിട്ട് വരാൻ എന്താ എത്തിയിട്ടുണ്ടോ എന്നൊരു ഉറപ്പില്ല. ഇത് എത്തിയിട്ടുണ്ടോ എന്ന് ഒരു ഉറപ്പില്ല. അടുത്ത ദീനാറായിട്ട് വരുന്നു, മനുഷ്യനെ കണ്ടുമുട്ടുന്നു. താങ്കളാണോ മരത്തടിയിൽ ആ 1000 ദീനാറും കത്തുമായിട്ട് അയച്ചത്? അതെനിക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ പരസ്പരം കണ്ടുമുട്ടുന്ന സുന്ദരമായ കാഴ്ചയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിക്കുമ്പോൾ